ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്പ്ലെൻഡർ പാഷൻ പ്ലസ് ഇതിൽ കിക്കർ ഷാഫ്റ്റ് എങ്ങനെ സെറ്റ് ചെയ്യുക. അപ്പോൾ കിക്കർ ഷാഫ്റ്റിൽ അതിൽ രണ്ടുമൂന്ന് ഡോട്ടുകൾ വരുന്നുണ്ട്. അതായത് റാച്ചറ്റ് വീൽ എങ്ങനെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കിക്കർ അടിക്കുമ്പോൾ കിക്കർ പ്ലേ കൂടുതലായി വരാം, ചിലത് കുറഞ്ഞു വരാം. അപ്പോൾ അത് എങ്ങനെ നമുക്കത് സെറ്റ് ചെയ്യാം, പുതിയ ഷാഫ്റ്റിൽ നമുക്ക് എങ്ങനെ അത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഷാഫ്റ്റ് കംപ്ലൈൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻഡിലെ മില്ലിങ്, അതായത് ഇതാണ് പഴയ ഷാഫ്റ്റ്. അപ്പോൾ ഈ പോർഷനിൽ വരുന്ന മില്ലിങ് കംപ്ലൈൻറ്റ് വരും. അതായത് ഇതിൽ ഒരു ടീത്ത് ചെറിയൊരു ഡാമേജ് ഉണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാലേ അറിയാം. അപ്പോൾ ഇതിൽ കിക്കർ ബോസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആയിട്ട് ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്ലേ വരും. അപ്പോൾ പ്ലേ പാടില്ല. അപ്പോൾ ചിലർ ചെയ്യുന്നത് അതിനെ വെൽഡ് ചെയ്ത് വയ്ക്കും. അങ്ങനെയൊന്നും ഒരിക്കലും വണ്ടിയിൽ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ മാറുന്നതിന് ഒരു കാരണം ഈ ടീത്ത് പോകുന്നതാണ്, അല്ലെങ്കിൽ മില്ലിങ്. അപ്പോൾ ഇതിൽ ഒരു 3 സെക്ഷൻ വരുന്നുണ്ട്. അതായത് റാച്ചറ്റ് സെക്ഷൻ, പിന്നെ റിട്ടേൺ സ്പ്രിങ് സെക്ഷൻ ഇവിടെ വരും, പിന്നെ കിക്കർ, പിന്നെ ഓയിൽ സീൽ വരുന്ന ഈ ഭാഗം. അപ്പോൾ വണ്ടി കുറച്ച് ഗ്രാഹ്യമുള്ളവർക്ക് ഈ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ കാണിക്കുന്നത് ഇതിൽ 2-3 മാർക്കുകളുണ്ട്. ഈ മാർക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ വ്യക്തമല്ല, നമുക്ക് പുതിയ ഇവിടെ ഉണ്ട്, അത് കാണാൻ അല്പം ബുദ്ധിമുട്ട്. നമുക്ക് പുതിയ ഷാഫ്റ്റ് പരിചയപ്പെടാം. അപ്പോൾ ഇത് പഴയ ഷാഫ്റ്റാണ്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്സ് വരുന്ന സാധനങ്ങൾ, അതിൽ ഏതൊക്കെ വാഷുകൾ വരും, ഏതൊക്കെ വീലുകൾ വരും, സ്പ്രിങ് വരും, അതെല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമുക്ക് പരിചയപ്പെടാനുള്ളത് പുതിയ ഷാഫ്റ്റ് നമുക്ക് പരിചയപ്പെടാം. ഇതിൻ്റെ വില വന്നിട്ട് 325 രൂപയാണ്. 325 രൂപ. ഇത് പുതിയ ഷാഫ്റ്റ്. അപ്പോൾ ഇതിൽ ആ ഡോട്ടുകൾ നമുക്ക് കൃത്യമായിട്ടറിയാം. ഒരു 3 പുള്ളി വരുന്നുണ്ട്, കണ്ടോ? 1, 2, 3. അപ്പോൾ ഇത് നമുക്ക് മാറാൻ പാടില്ല. ഇത് വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് പുതിയ ഷാഫ്റ്റാണ്. അപ്പോൾ ഇതിൽ വരുന്ന സാധനങ്ങൾ നമുക്ക് എങ്ങനെ നമുക്ക് ഈ ഗിയർ വീല് ഒക്കെ സെറ്റ്, ഗിയർ വീലല്ല, ഇത് റാച്ചറ്റ് വീൽ എന്നാണ് പറയുന്നത്, ഗിയർ വീലല്ല, സോറി. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നു? ഇതിൽ ടൈമിംഗ് ഇല്ല, ഇത് നമുക്ക് വെറുതെ അങ്ങനെ. അപ്പോൾ ഷാഫ്റ്റ് ഞാൻ എടുത്തു, ഇതാ ഗിയർ വീല്, ഈ റാച്ചറ്റ് വീലിടെ ശ്രദ്ധിക്കുക. ഈ പല്ല് മേളിലോട്ട് തന്നെ വരണം, വേണ്ട ഈ ഭാഗം അടിയിൽ. ഓക്കെ, വേണ്ട ആദ്യത്തെ റാച്ചറ്റ് വീല് ഞാൻ ഇട്ട് കഴിഞ്ഞു. അടുത്ത് ഒരു പ്ലേറ്റ് വാഷ്, ഇതായത് ഇതിനെ നമുക്ക് മെല്ലെ ഇടാം, കണ്ടോ? ഇനി ഒരു സർക്ലിപ്പ്, ഈ മോഡൽ സർക്ലിപ്പ്, ഇത് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ലോക്ക് പ്ലെയർ നമുക്ക് ആവശ്യമാണ്. ഇതേപോലെ ഇതിനെ പിടിക്കുമ്പോൾ അകന്നു വരുന്നത്, ഇതാ കണ്ടോ? ഞാനിവിടെ ഇട്ടിട്ട് ഇതിനെ മെല്ലെ ലോക്ക് ഇങ്ങനെ വെച്ച് ചെറുതായിട്ടൊന്ന്, അവിടെ ഒരു ഗ്രൂവ് ഉണ്ട്, ആ ഗ്രൂവിൽ വിഴുന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ വീല് ലോക്കായി കഴിഞ്ഞു. ഇതിനെങ്ങനെ ലോക്കാക്കി നിർത്തും. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത്, അടുത്താണ് നമുക്ക് ആ ഒരു ടൈമിങ് വരുന്നത്. അതാണ്ട് ഈ റാച്ചറ്റ് വീലില് ഇതാ ഇവിടെ ഒരു സ്പോട്ടുണ്ട്. ഈ സ്പോട്ടും ഈ ഷാഫ്റ്റിലെ സ്പോട്ടും സെയിം ആയിരിക്കും, ഒരേ ആനുപാതത്തിൽ വരണം, നേർക്ക് വരണം. ഇതായത് അപ്പോൾ ഈ പല്ലിടുന്നത് ഈ ടീത്ത് വരുന്ന ഭാഗം അകത്തോട്ട് തന്നെ വരണം. ശ്രദ്ധിക്കുക, ഞാനിതായിടുക, ഇങ്ങനെ തന്നെ വരണം. ഇങ്ങനെ ഇടരുതെങ്കിൽ കിക്കർ ഫങ്ഷൻ ചെയ്യത്തില്ല, ഇങ്ങനെ തന്നെ വരണം. അപ്പോൾ ഈ ഡോട്ട് നോക്കണം, നമുക്ക് ഈ ഡോട്ടാണ് ആവശ്യം. ഇവിടെ നിന്നാണ് കറക്റ്റ് ചെയ്യേണ്ടത് ഈ വീല്. ഓക്കെ, ഇതാ കണ്ടോ? ഇത് സ്ട്രൈറ്റ് അല്ല, ഒരു പൊടിക്കിഞ്ഞോട്ട്. അപ്പോഴെന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഒന്ന് വെളിയിലോട്ട് എടുത്തിട്ട് അല്പം കൂടെ ഒന്ന് ടേൺ ചെയ്ത്, ഇല്ല, അപ്പോൾ നേരത്തെ ഇട്ടത് കറക്റ്റാണ്, നോക്കണേ. അപ്പോൾ ഒന്ന് ബാക്കിൽ എടുത്ത്, ഇതിപ്പോൾ കറക്റ്റാണ്, കണ്ടില്ലേ? ഇതാ ഈ ഡോട്ടും ഈ ഡോട്ടും
അത് കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യും പക്ഷേ കിക്കർ പ്ലേ കൂടുതൽ വരും. അപ്പോൾ അത് കിക്കർ ഫയറിങ്ങിനൊക്കെ നമ്മൾ കിക്കർ അടിക്കാനും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഈ കാര്യം നമ്മൾ വ്യക്തമായിട്ട് നോക്കാം. അടുത്ത് ഇതിനൊരു റിട്ടേൺ സ്പ്രിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്, റാച്ചറ്റ് റിട്ടേൺ സ്പ്രിങ്. അതിന് വേണ്ടി ഇതാ കണ്ടോ, ഇതുപോലത്തെ ഒരു ടെൻഷൻ കുറഞ്ഞ വരും. കിക്കർ റിട്ടേൺ സ്പ്രിങ് അല്ല, റാച്ചറ്റ് റിട്ടേൺ സ്പ്രിങ്. ഇതാ കണ്ടോ, ഇങ്ങനെ ഇതാ ഈ സ്റ്റെപ്പിൽ അങ്ങ് ഇറങ്ങും. ഇങ്ങനെയൊന്നും ഇരിക്കരുത്, കറക്റ്റായിട്ട് വേണം. ഇതാ കണ്ടോ, ഓക്കെ. എന്നിട്ട് ആ റിട്ടേൺ സ്പ്രിങ്ങിൻ്റെ ഒരു ക്യാപ്പ് വാഷർ ഇതാ കണ്ടോ, ഈ ഫ്ലാറ്റ് ആയിട്ട് വരുന്നത് മേളിൽ വരണം. ഈ സ്റ്റെപ്പ് വരുന്ന ഭാഗം, ഈ സ്റ്റെപ്പിലാണ് ഈ സ്പ്രിങ് കയറുന്നത്. കണ്ടോ. അപ്പോൾ തിരികരുത്. ഇങ്ങനെ വന്നാലേ ആ സ്പ്രിങ് നന്നായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും. അതാണ്ടോ, ഒന്ന് പ്രസ് ചെയ്തിട്ട് അതാണ്ടോ, ഇതാണ് അതിൻ്റെ ഫങ്ഷൻ ചെയ്യിപ്പിക്കുന്നത്. റാച്ചറ്റ് വീലിനെ ഫങ്ഷൻ ചെയ്യിപ്പിക്കാനാണ് ഈ സ്പ്രിങ് ഇടുന്നത്. ഞാനത് ഈ ലോക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അടുത്ത് നമുക്ക് സർക്കിൾ ഇപ്പോൾ ഇതാ നേരത്തെ എടുത്ത പോലത്തെ അതിന് നമ്മൾ ഇടയാണ്. വേണ്ടോ, ആ വാഷറിന് മേലെ ആ വാഷർ സ്റ്റോപ്പായി നിൽക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പിടിച്ചുകൊണ്ട് ഇതാ ഈ ലോക്ക് പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് അകത്തി കൊടുത്തിട്ട് അവിടെ ഒരു ഗ്രൂവ് കണ്ടോ ഇവിടെ, ആ ഗ്രൂവിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി ഇതിനൊന്ന് ഇങ്ങനെ ഒന്ന് കറക്കി നോക്കണം, എങ്കിലേ ലോക്കായി എന്ന് കണ്ടോ. അപ്പോൾ ഇത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഇതാ ഈ വീല് നമ്മൾ കിക്കർ അടിച്ചിട്ട് വിടുമ്പോഴും ഒരു സൗണ്ട് കേൾക്കുമല്ലോ, ഒരു ശബ്ദം വരുമല്ലോ, കിറന. അപ്പോൾ ഈ റാച്ചറ്റ് വീല് ചെന്ന് ലോക്കായി നിൽക്കാൻ വേണ്ടിയാണ് ഈ സ്പ്രിങ് നമ്മൾ ഇട്ടത്. അപ്പോൾ ഈ സ്പ്രിങ് സ്റ്റോപ്പായി നിൽക്കാനാണ് ഇവിടെ ഒരു കപ്പ് വാഷർ ഇട്ടത്. അപ്പോൾ വാഷർ ചാടിപ്പോയിരിക്കാനാണ് നമ്മളൊരു സർക്കിൾ ഇട്ടത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത് നമുക്ക് വരുന്നത് ഒരു പ്ലേറ്റ് വാഷർ. ഈ ചെയ്സിൽ വന്ന് തട്ടി അവിടെ കുഴിയാതിരിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് വാഷർ ഇതിനകത്ത്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഈ എൻജിൻ കവർ
സ്ലിപ്പായി പോയാൽ കിക്കർ ബോസ് കംപ്ലൈൻ്റ് ആണെങ്കിൽ പ്ലേ വരും. ആ പ്ലേ അല്ല ഞാൻ പറഞ്ഞത്, അകത്തുള്ള പ്ലേ ഇങ്ങനെ കിക്കർ നല്ല പ്ലേ ഇങ്ങനെ ഫീൽ ചെയ്യും. അത് ഒഴിവാക്കാനാണ് ഇത് ചെയ്യുക. അപ്പോൾ ഇത് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കിക്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഓടിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമൻറ്റ് ബോക്സിൽ 2-3 പേര് ആവശ്യപ്പെട്ടിരുന്നു കിക്കർ ഷാഫ്റ്റ് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.